ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫെമീസ് ഫുഡ്സ്. ഒരു അടിപൊളി നെത്തോലി മുരിങ്ങയില തോരൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എന്നാൽ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 7-8 കുഞ്ഞുള്ളി അരിഞ്ഞത് ചേർത്ത് വീണ്ടും വഴറ്റുക. കുഞ്ഞുള്ളി നല്ല ബ്രൗൺ നിറമാവുന്ന വരെ വഴറ്റി കൊടുക്കണം. എന്നാൽ കരിഞ്ഞു പോകരുത് കേട്ടോ. ബ്രൗൺ നിറമായി തുടങ്ങുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഒരു വറ്റൽ മുളക് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ ഞാനിതിലേക്ക് ഒരു വറ്റൽ മുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ 1-2 ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു നിറമാകുന്നത് വരെ വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ജീരകപ്പൊടി വളരെ കുറച്ച് മതി. എന്നിട്ട് ഈ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുരിങ്ങയിലയുടെയും നെത്തോലിയുടെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 കപ്പ് നെത്തോലിക്ക് 2 കപ്പ് മുരിങ്ങയില എന്ന അളവിൽ വേണം നിങ്ങൾ ചേർക്കാൻ. കാരണം മുരിങ്ങയില പെട്ടെന്ന് വാടുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അളവ് കുറയും. അപ്പോൾ നെത്തോലിയേക്കാളും കുറച്ച് കൂടുതൽ എടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഈ ഒരു അരപ്പിലേക്ക് ഈ മുരിങ്ങയില മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് ഒരു തുള്ളി വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. ഇപ്പോൾ നമുക്ക് തേങ്ങ കൂടിയതായിട്ട് തോന്നും, എന്നാലും കുഴപ്പമില്ല. നമ്മൾ നെത്തോലി ചേർക്കുമ്പോഴേക്കും അത് കറക്റ്റാവും. അപ്പോൾ അതാ നെത്തോലി, അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ കൊഴുവാന്നും പറയും. ഞാനത് വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ മുള്ളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. മുള്ള് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിക്കളയണം. എന്നിട്ട് നമുക്ക് ഈ ഒരു മുരിങ്ങയിലയും തേങ്ങയും ഇട്ട കൂട്ടിലേക്ക് നെത്തോലിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മിക്സ് ചെയ്യുന്നതിന് മുമ്പേ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണേ. നെത്തോലിയും കൂടെ ചേർത്തിട്ട് ആ ഒരു ഉപ്പൊക്കെ നല്ലപോലെ മിക്സ് ആവുന്നത് വരെ ഒരു 2-3 മിനിറ്റ് ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വീണ്ടും നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അതിലേക്ക് ഒരു തുള്ളി വെള്ളവും കൂടി ഒന്ന് തളിച്ചു കൊടുക്കണം. നെത്തോലിക്ക് അധികം വേവില്ലാത്തത് കൊണ്ടും പിന്നെ ഇതൊരു തോരനും കൂടിയാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വെള്ളം വറ്റി വരുന്നത് വരെ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ നെത്തോലിയും മുരിങ്ങയിലയും എല്ലാം കൂടി ഒന്ന് മിക്സായി വെന്ത് കിട്ടും. നെത്തോലി വേവാനായിട്ട് ഒരു 2 മിനിറ്റ് മതി കേട്ടോ. വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള നെത്തോലി മുരിങ്ങയില തോരൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.